ഒരുപാട് വെറൈറ്റി കട്ട്ലറ്റ്സ് ഉണ്ടെങ്കിലും വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടാവുന്ന ഒരേ ഒരു കട്ട്ലറ്റ് ഇതായിരിക്കും. ഈ ഒരു സൂപ്പർ ടേസ്റ്റി സ്പെഷ്യൽ കട്ട്ലറ്റ് ഉണ്ടാക്കാനായി ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊത്തിയരിഞ്ഞ സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായി വഴറ്റി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് ചാറ്റ് മസാലയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. പൊടികളുടെ റോ ടേസ്റ്റ് ഒക്കെ മാറുമ്പോൾ ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാപ്പിൻസിന്റെ പനീറാണ് എടുത്തിട്ടുള്ളത്. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത 100% ശുദ്ധമായ ഫ്രഷ് മലായ് പനീറാണിത്. പ്രോട്ടീൻ റിച്ചും നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഈ ഒരു പനീർ എല്ലാത്തരം പനീർ ഡിഷസ് ഉണ്ടാക്കാനും ബെസ്റ്റാണ്. ഗ്രേറ്റ് ചെയ്ത പനീറും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. ചൂടാറി കഴിയുമ്പോൾ കട്ട്ലറ്റ് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഹാർട്ട് ഷേപ്പിൽ ഒരു കുക്കി കട്ടറിലാണ് കട്ട്ലറ്റ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഷേപ്പ് ചെയ്ത കട്ട്ലറ്റ്സ് കോൺഫ്ലോർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിലോ ബീറ്റ് ചെയ്ത മുട്ടയിലോ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. കട്ട്ലറ്റ്സ് എല്ലാം ഷേപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഒരേ കളറിൽ ഇതുപോലെ മൊരിഞ്ഞു കഴിയുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി പനീർ കട്ട്ലറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.